DCB മീഡിയയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഒക്ടോബർ 18 ശനി. ഇന്നും തുടർന്നു വരുന്ന ദിവസങ്ങളിലും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളാണ് ഷെയർ ചെയ്യുന്നത്. ചാനൽ ആദ്യമായി കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് കൂടി ചെയ്യുക. ഫേസ്ബുക്കിൽ കാണുന്നവർ പേജ് ഫോളോ കൂടി ചെയ്യുക. ആദ്യത്തെ അറിയിപ്പ്, രാജ്യത്തെ ഡ്രൈവിംഗ് ലൈസൻസ് ഉടമകൾ ആധാർ കാർഡുമായി ബന്ധിപ്പിക്കണമെന്നാവശ്യപ്പെട്ടിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ. രാജ്യം ഡിജിറ്റൽ ലോകത്തേക്ക് കൂടുതൽ മാറുന്നതിൻ്റെ ഭാഗമായാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നുള്ള ഈ നീക്കം. നിലവിൽ മൊബൈൽ നമ്പർ ആധാറുമായി ബന്ധിപ്പിച്ചവർക്ക് ഇ-ചലാൻ വിവരങ്ങൾ, ലൈസൻസ് അപ്ഡേറ്റുകൾ എന്നിവ തത്സമയം ലഭിക്കും. എന്നാൽ മൊബൈൽ നമ്പർ ബന്ധിപ്പിക്കാത്തവർക്ക് ഈ വിവരങ്ങൾ ലഭിക്കുന്നതല്ല. ആയതിനാലാണ് ആധാറുമായി ലൈസൻസ് ബന്ധിപ്പിക്കുവാൻ കേന്ദ്ര സർക്കാർ ആവശ്യപ്പെടുന്നത്. ഗതാഗത നിയമങ്ങൾ തെറ്റിക്കുമ്പോൾ ഇ-ചലാൻ പിഴ വരുന്നത് മിക്ക വാഹന ഉടമകളുടെയും ശ്രദ്ധയിൽപ്പെടുന്നില്ല. പുതിയ കരട് നിയമമനുസരിച്ച് ഇ-ചലാൻ പുറപ്പെടുവിച്ച് 3 മാസത്തിനുള്ളിൽ പിഴ അടയ്ക്കൽ നിർബന്ധമാണ്. അല്ലാത്തപക്ഷം ഡ്രൈവിംഗ് ലൈസൻസ് സസ്പെൻഡ് ചെയ്യപ്പെടും. ഒരു സാമ്പത്തിക വർഷത്തിൽ സിഗ്നൽ ലംഘനം, അപകടകരമായ ഡ്രൈവിംഗ് തുടങ്ങിയ കുറ്റങ്ങൾക്ക് 3-ൽ കൂടുതൽ ചലാനുകൾ ലഭിച്ചാൽ ലൈസൻസ് 3 മാസത്തേക്ക് സസ്പെൻഡ് ചെയ്യാനും സാധ്യതയുണ്ട്. നിലവിലെ റിപ്പോർട്ടുകൾ പ്രകാരം അയച്ച ചലാനുകളിൽ 40% മാത്രമാണ് വാഹന ഉടമകൾ തിരിച്ചടച്ചിട്ടുള്ളത്. മൊബൈൽ നമ്പർ ലിങ്ക് ചെയ്യാത്തതിനാൽ പലർക്കും ചലാൻ അലേർട്ടുകൾ ലഭിക്കുന്നില്ല. അതിനാൽ ഇ-ചലാൻ അവഗണിക്കുന്നവരുടെ എണ്ണവും വർദ്ധിക്കുകയാണ്. പരിവാഹൻ വെബ്സൈറ്റായ പരിവാഹൻ.gov.in വഴി നിമിഷങ്ങൾക്കുള്ളിൽ ഡ്രൈവിംഗ് ലൈസൻസ് ആധാറുമായി ബന്ധിപ്പിക്കാം. RTO ഓഫീസിൽ നേരിട്ട് പോകേണ്ട ആവശ്യമില്ല. ഔദ്യോഗിക വെബ്സൈറ്റിൽ ലോഗിൻ ചെയ്ത് ഡ്രൈവിംഗ് ലൈസൻസ് വിഭാഗത്തിൽ നിന്ന് നിങ്ങളുടെ സംസ്ഥാനവും ലൈസൻസ് ഓപ്ഷനും തിരഞ്ഞെടുക്കുക. മൊബൈൽ നമ്പർ 2 തവണ നൽകി തുടരുക എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ശേഷം ആധാറുമായി ലിങ്ക് ചെയ്ത മൊബൈലിലേക്ക് ലഭിക്കുന്ന OTP ഉപയോഗിച്ച് ആധാർ ഉടമയാണെന്ന് സ്ഥിരീകരിക്കാം. ലിങ്കിംഗ് വിജയകരമായാൽ സ്ക്രീനിൽ സ്ഥിരീകരണ സന്ദേശവും മൊബൈലിലേക്ക് SMS-ഉം ലഭിക്കുന്നതാണ്. അടുത്ത അറിയിപ്പ്, കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം സ്വർണ്ണവിലയിൽ വലിയൊരു കുറവ് വന്നിരിക്കുകയാണ്. 1400 രൂപയാണ് പവന് കുറഞ്ഞിരിക്കുന്നത്. അതിനാൽ തന്നെ ആഭരണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇന്ന് ഇത് വളരെ അനുയോജ്യമാണ്. എന്നാലും കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായി വിലയിൽ സംഭവിച്ച വലിയ കുതിച്ചുചാട്ടം പരിശോധിക്കുമ്പോൾ ഇന്നത്തെ വിലക്കുറവ് വിപണിക്ക് ഉണർവ് നൽകുന്നില്ല. ഇനിയും വില കുറഞ്ഞാൽ മാത്രമേ വിപണി സജീവമാകൂ. ഈ മാസം രേഖപ്പെടുത്തിയ ഏറ്റവും കുറഞ്ഞ പവൻ വില 86,560 രൂപയാണ്. എന്നാൽ വെള്ളിയാഴ്ച രേഖപ്പെടുത്തിയത് 97,630 രൂപയാണ്. 22 ക്യാരറ്റ് സ്വർണം 1 പവന് 95,960 രൂപയാണ് ഇന്നത്തെ വില. ഗ്രാമിന് 175 രൂപ കുറഞ്ഞ് 11,995 രൂപയിലെത്തി. എന്തായാലും സ്വർണം വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത്തരത്തിലുള്ള വിലക്കുറവ് വളരെ ആശ്വാസമാണ്. ഇനിയും വില കുറയണമെന്നാണ് സാധാരണക്കാരുടെ ആവശ്യം. എന്നാൽ വരും ദിവസങ്ങളിൽ സ്വർണ്ണവില കുതിക്കുമോ അതോ കുറയുമോ എന്ന് കണ്ടറിയണം. അടുത്ത അറിയിപ്പ്, കണ്ണട ഉപയോഗിക്കുന്നയാളാണോ എന്നാൽ ഡ്രൈവിംഗ് ലൈസൻസിനുള്ള അപേക്ഷയിൽ കണ്ണട വെച്ച ഫോട്ടോ തന്നെ വേണമെന്ന അറിയിപ്പ് എത്തുകയാണ്. സ്ഥിരമായല്ലാതെ കണ്ണട ഉപയോഗിക്കുന്നവരുടെ അപേക്ഷയിലും കണ്ണടയുള്ള ഫോട്ടോ വേണമെന്നാണ് മോട്ടോർ വാഹന വകുപ്പിന്റെ നിർദ്ദേശം. ഡ്രൈവിംഗ് സ്കൂളുകൾക്കാണ് കണ്ണടയുള്ള ഫോട്ടോ ഉറപ്പാക്കാൻ നിർദ്ദേശം നൽകിയത്. കണ്ണടയില്ലാത്ത ഫോട്ടോ നൽകി ലേണേഴ്സ് പരീക്ഷയ്ക്കെത്തുമ്പോൾ കണ്ണട വെച്ച് കണ്ടാൽ അപേക്ഷ നിരസിക്കുമെന്നാണ് ഡ്രൈവിംഗ് സ്കൂളുകൾക്ക് കിട്ടിയ നിർദ്ദേശം. പലർക്കും ഇങ്ങനെ ഫോട്ടോ മാറ്റാൻ വകുപ്പ് നിർദ്ദേശവും നൽകിയിട്ടുണ്ട്. അപേക്ഷയ്ക്കൊപ്പം നൽകുന്ന പാസ്പോർട്ട് സൈസ് ഫോട്ടോയാണ് ലൈസൻസിലും ഉപയോഗിക്കുക. കാഴ്ചയ്ക്ക് പ്രശ്നമുള്ളവരുടെ തിരിച്ചറിയൽ ID-യിൽ കണ്ണട വെച്ചുള്ള ഫോട്ടോ തന്നെ വേണമെന്നതിനാലാണ് ഈ നിർദ്ദേശം. കാഴ്ച പരിശോധന നടത്തിയ ഡോക്ടറുടെ സാക്ഷ്യപത്രം ഉൾപ്പെടെ അപേക്ഷയ്ക്കൊപ്പം സമർപ്പിക്കണം. അടുത്ത അറിയിപ്പ്, സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനിൽ ഇലക്ഷൻ പ്രമാണിച്ച് ഒരു വർധനവ് ഉണ്ടാകുമെന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ വന്നിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെൻഷൻ തുകയുടെ വർധനയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പ് ഈ സമയത്ത് എത്തുകയാണ്. ഇലക്ഷൻ അടുത്തിരിക്കുന്ന സാഹചര്യം ആയതുകൊണ്ട് തന്നെ സർക്കാർ പെൻഷൻ വർധനവ് ഉദ്ദേശിക്കുന്നില്ല. അതിനുള്ള സാഹചര്യം നിലവിലില്ല എന്ന് സംസ്ഥാന സർക്കാർ ഇപ്പോൾ അറിയിച്ചിരിക്കുകയാണ്. അതിനാൽ തന്നെ 1,600 രൂപ നിരക്കിൽ തന്നെയായിരിക്കും ഈ പെൻഷൻ ആനുകൂല്യം തുടർന്നും ലഭിക്കുക. പെൻഷൻ തുക 2,000 രൂപ വരെ ആക്കുമെന്ന തരത്തിലുള്ള വാർത്തകളൊക്കെ എത്തിയിരുന്നു. എന്നാൽ സംസ്ഥാന സർക്കാർ ഈ ഒരു പെൻഷൻ വർധനവ് ഇപ്പോൾ ഉദ്ദേശിക്കുന്നില്ല എന്നും അതിനുള്ള സാമ്പത്തിക സഹായം കേന്ദ്ര സർക്കാർ ഇപ്പോൾ അനുവദിക്കുന്നില്ല. അതിനാൽ തന്നെ സംസ്ഥാനം ഇപ്പോൾ പ്രതിസന്ധിയിലാണെന്നുമുള്ള പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ധനകാര്യമന്ത്രി KM ബാലഗോപാൽ കഴിഞ്ഞ ദിവസം അറിയിച്ചത്. അതിനാൽ തന്നെ നിലവിൽ ലഭിക്കുന്ന 1,600 രൂപ നമുക്ക് മുടങ്ങാതെ ലഭിക്കുന്നതായിരിക്കും. ഒക്ടോബർ മാസത്തെ പെൻഷൻ വിതരണം അടുത്തയാഴ്ചയോടെ പ്രഖ്യാപിക്കുന്നതാണ്. വളരെ പ്രധാനപ്പെട്ട ഈ വാർത്താ അപ്ഡേറ്റുകൾ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്യുക.